ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. RCB ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. എതിരാളികൾ പഞ്ചാബ് കിങ്സ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3:30 ധരംശാലയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ RCBക്ക് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് RCB ആണ്. 12 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റാണ് അവർക്കുള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുള്ള PBKS ഇപ്പോൾ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. ഏതായാലും ഫിൽസാൾട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് ഫിൽസാൾട്ട് ഉണ്ടാവില്ല. അദ്ദേഹം പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് ഫിൽസാൾട്ട് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം തിരിച്ചെത്തുക. അതുവരെ സാൾട്ട് പുറത്തിരിക്കും എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നത്തെ മത്സരത്തിലും ജേക്കബ് ബേത്തേൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി RCBയുടെ ഒരു സാധ്യത ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ജേക്കബ് ബേത്തേൽ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, രജിത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, വെങ്കടേഷ് അയ്യർ, അതല്ലെങ്കിൽ റൊമാരിയോ ഷെഫേർഡ്, അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി, അതല്ലെങ്കിൽ സുയാഷ് ശർമ്മ, ജോഷ് ഹൈസൽവുഡ്, റാസിഖ് സലാം. ഇങ്ങനെയാണ് RCBയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് വരുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ 11 ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ വെങ്കടേഷ് അയ്യരും ജേക്കബ് ഡഫിയും കളിക്കും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ജേക്കബ് ഡഫി ഒരൽപ്പം എക്സ്പെൻസീവ് ആയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തെ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് RCBയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഏതായാലും PBKS ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച എല്ലാ മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ PBKSനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് അനിവാര്യമായ മത്സരം കൂടിയാണ് ഇത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.